വയനാട് ടൗൺഷിപ്പ് നിർമ്മാണത്തിലെ രണ്ടാം ഘട്ടം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സർക്കാർ തലത്തിൽ കൃത്യമായ അവലോകനം നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. പുനരധിവാസത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്നും അനിൽകുമാർ പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്, പിന്നീട് അരുൺ കൊടുങ്ങൂരിലേക്ക്. ഒക്ടോബർ നവംബറോട് കൂടി നമുക്ക് കുറേയേറെ കൂടി വീടുകൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിയും. ഞാൻ 10 ദിവസം മുമ്പും ടൗൺഷിപ്പിൽ പോയിരുന്നു. ഏറ്റവും നല്ല രീതിയിലുള്ള വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ് വന്നിട്ട് ഏതാണ്ട് 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ 2 മാസത്തിനകത്ത് തന്നെ അവിടെ കൃഷി വകുപ്പ് മന്ത്രി നിരന്തരം അവിടെ മീറ്റിംഗ് എടുത്ത് അതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. ഞാനൊരു 3-4 തവണ റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവിടെ പോവുകയും ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും എത്രയും പെട്ടെന്ന് അവിടെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. അരുൺ കൊടുങ്ങൂർ ശരിക്കാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, മുൻകൂർ ജാമ്യമായി അദ്ദേഹം ആദ്യമേ പറയുന്നുണ്ട് 2 മാസമേ ആയിട്ടുള്ളൂ സർക്കാർ വന്നിട്ട് എന്ന്. പക്ഷേ അവിടെ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ മാസങ്ങൾ കഴിഞ്ഞു. അവർക്ക് ഒരു പരിഹാരം വേണം, അല്ലേ? അപ്പോൾ കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം ഈ വിഷയത്തിൽ. എന്താണ് മന്ത്രി പറയുന്നത്? രാഹി ഗൗതം, സമാനതകളില്ലാത്ത ദുരിതത്തെയാണ് ഈ വയനാട് ജനത ഒന്നാകെ ഇപ്പോൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പുനരധിവാസം എന്നത് ഒരു വലിയ പ്രതിസന്ധിയായി ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ്. ദുരന്തം നടന്ന 6 മാസത്തിനുള്ളിൽ എല്ലാവർക്കും വീട് വെച്ച് നൽകുമെന്നായിരുന്നു അന്നത്തെ സർക്കാർ പ്രഖ്യാപിച്ചത്. 400-ലധികം വീടുകളാണ് ടൗൺഷിപ്പിലൂടെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. 6 മാസങ്ങൾ കൊണ്ട് ഈ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ജൂലൈ 30 ആകുമ്പോൾ ദുരന്തം നടന്ന് 2 വർഷം പിന്നിടുകയാണ്. ഇപ്പോഴും ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ പോലും എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. വാടക വീടുകളിലും അതോടൊപ്പം തന്നെ ബന്ധു വീടുകളിലും ഒക്കെ തന്നെ അഭയം പ്രാപിക്കേണ്ട അവസ്ഥയിലാണ് സർവ്വതും നഷ്ടപ്പെട്ട ഈ ദുരന്ത ഭൂമിയിലെ ആളുകളൊക്കെ തന്നെയും. എത്രയും വേഗം സുരക്ഷിതമായൊരു വീട് എന്നുള്ളത് ഇവരുടെയൊക്കെ സ്വപ്നമാണ്. പക്ഷേ ഇപ്പോഴും ആ കുറ്റകരമായ അനാസ്ഥ സർക്കാർ തുടരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം ജനൻ TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് റവന്യൂ മന്ത്രിയായ എ പി അനിൽകുമാറിന്റെ ഒരു പ്രതികരണത്തിലേക്ക് എത്തിയത്. നേരത്തെ രാഹി സൂചിപ്പിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് 2 മാസമായതേ ഉള്ളൂ ഈ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയത്. ഞങ്ങൾ വന്നതിന് ശേഷം എല്ലാം കൃത്യമായി നടക്കുന്നു. പക്ഷേ അവിടെയും നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു തൊഴിലാളികളുടെ ക്ഷാമം, അതോടൊപ്പം തന്നെ വിചാരിച്ച രീതിയിലേക്ക് പണി മുന്നോട്ട് പോകുന്നില്ല. ഈ 2 പ്രതിസന്ധികൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ 2 പ്രതിസന്ധികൾക്കും പരിഹാരം ഇപ്പോൾ ആയി എന്നുള്ളതാണ് റവന്യൂ മന്ത്രി പറയുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലായി അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഉറപ്പ് 2 മാസങ്ങൾക്കപ്പുറത്തേക്ക് ഈ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കി കൃത്യമായി തന്നെ ഈ വീട് ദുരന്തബാധിതർക്ക് നൽകാനുള്ള ഒരു നടപടിയിലേക്ക് പോകും. അതിനുള്ള യാതൊരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടാകില്ല. എല്ലാം കൃത്യമായി തന്നെ നടക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇനി 2ാം ഘട്ടം പൂർത്തിയാക്കിയതിന് ശേഷം വേണം 3ാം ഘട്ടത്തിലേക്ക് പോകാൻ. ഇനിയും നിരവധി കുടുംബങ്ങളാണ് ഈ വീടിനായി കാത്തിരിക്കുന്നത്. എന്തായാലും 400ഓളം വീടുകളാണ് ഇനി ഇവിടെ നിർമ്മിച്ച് നൽകേണ്ടത്. വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി തന്നെയാണ് ഈ ദുരന്തബാധിതരെ സംബന്ധിച്ചോളം ഇവിടെ ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ വയനാട്ടിലെ ദുരന്തബാധിതർ ഉള്ളത്. ഗൗതം, രാഹി. ഓക്കെ വ്യക്തമാണ്. എന്തായാലും ഈ പല പ്രകൃതി ദുരന്തങ്ങളിലും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ജില്ലയാണ് വയനാട്. പക്ഷെ അവിടെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന വേളയിൽ വന്ന് പ്രസംഗിച്ചു പോകുന്നതല്ലാതെ കാര്യമായ ഒരു കാര്യവും ഈ സർക്കാരുകൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നതാണ്. സർക്കാരുകൾ മാറി മാറി വരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല, അല്ലേ? അത് തന്നെ. സ്ഥലം MP തന്നെ ആ വഴിക്ക് തിരിഞ്ഞു. ഇന്നലെയാണ് അവിടെ പ്രിയങ്ക വാദ്രയെ വീട്ടിൽ പോയല്ലോ. ഇനി എവിടെയെങ്കിലും പോകണ്ടേ? അതെ.